അസ്സലാമു അലൈക്കും. തസ്കിയ തജ്വീദ് ക്ലാസിന്റെ 7-ാം ഭാഗം. സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ എന്ന അക്ഷരം വരികയാണെങ്കിൽ സാക്കിന നൂനിനെയും തൻവീനിനെയും മീമാക്കി മണിച്ച് ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. സാക്കിന നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിലെ 4-ാമത്തേത് ഇഖ്ലാബ് എന്ന് പറയുന്നത് സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ എന്ന അക്ഷരം വരികയാണെങ്കിൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മണിച്ച് ഉച്ചരിക്കണം. ഇനി ഉദാഹരണങ്ങൾ നോക്കാം. ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. മൻ ബഖില, അവിടെ മൻ ബഖില എന്നാണ് ഉള്ളത്. ആ സാക്കിനായ നൂനിനെ മീമാക്കി മറിച്ച് മൻബ അങ്ങനെ ഉച്ചരിക്കണം. അപ്പോൾ മൻ ബഖില മിൻ ബുയൂതിഹിൻ, മിൻ എന്ന് നൂന് ഉച്ചരിക്കുകയില്ല. മിൻ ബുയൂതിഹിൻ. മൂന്നാമത്തേത് മിൻ ബഅദി, മിൻ എന്ന് ഉച്ചരിക്കാതെ മറിച്ച് മീമാക്കി മറിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് മിൻ ബഖലിഹ. അടുത്തത് മിൻ ബനി ഇസ്രായീൽ, മിൻ ബനി. അടുത്തത് തൻവീനിന് ശേഷം ബ വന്നു. ഇതുവരെ നാം പറഞ്ഞത് സാക്കിനായ നൂനിന് ശേഷം ബ വന്നു. ഇത് തൻവീനിന് ശേഷം ബ വരുമ്പോൾ ശ്രദ്ധിക്കുക. നഫ്സിൻ ബിമ എന്നായിരിക്കും ഉണ്ടാവുക. ആ ഇൻ നഫ്സിൻ എന്നുള്ള തൻവീനിനെ മീമാക്കി മറിക്കണം. നഫ്സിൻ ബിമ, നഫ്സിൻ ബിമ. അടുത്തത് അബദം ബിമ, അബദം ബിമ. അടുത്തത് ലനസ്ഫഅൻ ബിന്നാസിയ. ലനസ്ഫഅൻ എന്ന് പറയാൻ പാടില്ല. ലനസ്ഫഅൻ ബി, വേഗം മീമാക്കി മറിക്കുക തൻവീനിൽ. അടുത്തത് മുൻഫത്തിറും ബിഹ്, മുൻഫത്തിറും ബിഹ്. അടുത്തത് മുത്മഇന്നും ബിൽ ഈമാൻ, മുത്മഇന്നും, ഇന്നും നേരെ മീമാക്കി മറിച്ച് ബാക്കിലേക്ക്. അടുത്തത് ലയ്യം ബിഅൽസിനതിഹിം, ലയ്യം ബിഅൽസിനതിഹിം. അടുത്തത് ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ ബയ്യിനാത്ത്. അടുത്തത് അൻ ബയ്യിന എന്നാണ്. അത് അംബ അങ്ങനെ പോകണം. അം ബയ്യിന. അടുത്തത് ഖറയത്തിൻ, ഖറയത്തിൻ ബത്റത് എന്നാണ്. അത് ഓതുമ്പോൾ ഖറയത്തിൻ ബത്റത് എന്നാണ് ഓതേണ്ടത്. ഇന്ന് നാം പഠിച്ചത് സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ എന്ന അക്ഷരം വരികയാണെങ്കിൽ സാക്കിന നൂനിനെയും തൻവീനിനെയും മീമാക്കി മണിച്ച് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയും. ഉദാഹരണങ്ങൾ ആവർത്തിച്ച് ഓതിപ്പഠിക്കുക. അല്ലാഹു ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.